ഇന്ന് വീണ്ടും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവനും ബീറ്ററും ഒന്നും വേണ്ട, മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്താണ് ഇന്നത്തെ ഈ കേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വളരെ കുറച്ച് മാത്രം, ഒരു 1/4 സ്പൂണിൻ്റെ പകുതി മതി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഈ ഒരു കളറായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നെയ്യ് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പല തവണയായിട്ട് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നല്ല ചൂട് പാല്, നല്ല തിളച്ച പാലില്ലേ, ആ തിളച്ച പാലങ്ങ് ഊറ്റിയെടുത്ത് അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തോളൂ. ഇനി സ്ലോ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ചേർത്തെടുക്കണേ. നമ്മുടെ ബാറ്റർ ഇതുപോലെ ഇരിക്കണം. 6 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലും കുറച്ച് എണ്ണ പുരട്ടി കൊടുത്ത ശേഷം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററി കണ്ടോ, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മടക്ക് പോലെ വീഴണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്നും കൂടെ ആക്കി കൊടുത്താൽ ഒട്ടും എയർ ബബിൾസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് നേരം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചോളൂ. 45 മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. കേക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം കേട്ടോ നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ. നെയ്യുടെ മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ കേക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.